ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആദ്യം തന്നെ ഈ സിനിമ കണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ട. നിങ്ങൾ അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണുക. കണ്ടതിന് ശേഷവും ഈ വീഡിയോ ഇവിടെ തന്നെ കാണും. എന്നിട്ട് വന്നിട്ട് ഈ വീഡിയോ കണ്ടാലും മതി. നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷവും ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലാതെ ഇത് കണ്ടിട്ട് നിങ്ങളത് തീരുമാനം എടുക്കുകയാണെങ്കിൽ പ്ലീസ് എന്നെ വന്ന് ചീത്ത വിളിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ആസ്വാദനത്തിൻ്റെ കാര്യമാണ്, അല്ലാതെ എൻ്റെ അല്ല. അതിനുള്ള പക്വതയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. മദ്രാസി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. സിനിമ നമ്മളുടെ ശിവകാർത്തികേയനാണ് മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. AR മുരുകദോസ് തന്നെയാണ് റൈറ്റിംഗ്, രചന, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ തുടങ്ങിയ സകല സാധനങ്ങളും ചെയ്തിരിക്കുന്നത്. ഇത് AR മുരുകദോസിൻ്റെ ഒരു കംബാക്ക് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും പറ്റും. അങ്ങനത്തെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം തലച്ചോറെടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് വേണം ഈ സിനിമ വന്ന് കാണേണ്ടത്. ലോജിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞൊരു സാധനം ഈ സിനിമയിലില്ല. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വെച്ചേക്കണതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താടി കൈ വെച്ചിരുന്ന് കണ്ടുപോകും. ശിവകാർത്തിക അത്യാവശ്യം കൊടുത്ത റോള് നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, അങ്ങേരെ മാക്സിമം. പിന്നെ ഇതിലെനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യുത് ജമാലിൻ്റെ വില്ലൻ ക്യാരക്ടറാണ്. അങ്ങേരെ ഒരു രക്ഷയില്ലായിരുന്നു. എൻ്റെ അമ്മ എന്തോന്ന് ആക്ഷൻ ഇടയി, എൻ്റെ പൊന്നു. അങ്ങേരെ ഒരു എലിവേഷൻ സീനുണ്ട് ഈ സിനിമയിൽ. അത് പറ്റുമെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കാശ് മുതലായി എന്നൊരു ഫീലിംഗ് കിട്ടും. അമ്മാതിരി സ്വാഗും അമ്മാതിരി ലൈറ്റും. ഒരു വില്ലന് ഒരു സിനിമ കണ്ടിട്ട് വന്നിട്ട് പ്രൈസ് ചെയ്യണ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. ശിവകാർത്തികേയൻ വിദ്യുത് ജമാലിൻ്റെ ഒരു ഫൈറ്റ് പരിപാടിയുണ്ട്, അത് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. ഒരു ആക്ഷൻ പരിപാടിയിൽ ബിജു മേനോനുണ്ട്, ഒരു കുഴപ്പമില്ലാത്തൊരു റോള്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ നമ്മുടെ രുക്മണിയാണ് ഇതിൽ നടി ആയിട്ട് വരുന്നത്, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥ ഞാനൊന്നും പറയാനില്ല. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്തിനാണ് ഇഷ്ടപ്പെട്ട ഇല്ല എന്നൊക്കെ. എനിക്ക് പിന്നെ നമ്മുടെ കണ്ണമ്പ്രോ ഉണ്ട്, നമ്മുടെ കൊത്തേല മറ്റേ കണ്ണൻ. ചുമ്മാ ടൈം പാസിന് കാണാം. ഞാൻ പറയും ഒരു ഭയങ്കര ഭയാനക സൂപ്പർ എന്നൊന്നും പറയാനൊന്നുമില്ല. ഭയങ്കര ഒരു ആവറേജ്, ബിലോ ആവറേജ് ഒരു സാധനം. എസ്പെഷ്യലി സ്ക്രിപ്റ്റ് എൻഗേജിങ് അല്ല. അതായത് എവിടെയൊക്കെയോ നമുക്ക് ഇതെന്ത് വാടേ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ളൊരു സാധനം. അങ്ങനെയൊക്കെ ഒരു പടം എടുത്ത് വെച്ചിട്ടുണ്ട്. ഫാസ്റ്റ് പേസിങ് ആയിട്ടുള്ള കട്ട്സും ഫസ്റ്റ്, അതായത് ഈ സിനിമയുടെ തുടക്ക സീൻ, അതാണ് ഞാൻ പറഞ്ഞത്. വിദ്യുത് ജമാലാണ് ഈ പടത്തിൻ്റെ ഒരു സേവിങ് ഗ്രേസ്. അങ്ങേര് ഒരു പോയിന്റിൽ ഇല്ല കുറേ സമയം. അപ്പം നല്ല രീതിയിൽ ഫാസ്റ്റ് പേസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പടം. അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ് എഡിറ്ററിന് കൊടുക്കണം. സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ മ്യൂസിക് അനിരുദ്ധ്, പാട്ടൊക്കെ എൻ്റെ ദൈവം, അനിരുദ്ധൊക്കെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മളൊക്കെ ഓർത്തിരിക്കാത്ത പാട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല. അത് ചുമ്മാ കുറേ പാട്ട്, മനസ്സിലായില്ലേ, ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്ത ഒന്നുമില്ല. മറ്റേ ഒരു തപ്പാങ്കുത്തൊരു പാട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒന്നിനും ഒരു ഇമ്പാക്റ്റും ഇല്ല. ശിവകാർത്തികേയൻ്റെ സിനിമയിലൊക്കെ അനിരുദ്ധ നല്ല പെടപ്പെടപ്പിക്കുമായിരുന്നു. ഇത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്യാവശ്യം എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലും നമുക്കൊരു പഴയ ഒരു ടണ്ടടൻ ആ സാധനം പോലത്തെ ഒന്നുമില്ല. അതായത് അനിരുദ്ധ് AR മുരുകദോസ് എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ നമുക്ക് കിട്ടണ കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. എന്തിനാണെങ്കിലും ചുമ്മാ ടൈം പാസിന് വേണമെങ്കിൽ കാണാം. നിങ്ങളൊരു ശിവകാർത്തികേയൻ ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ സിനിമ എൻജോയ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമ വെച്ചൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സർക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ദർബാറൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് എൻ്റർടൈനിങ് ചെയ്ത് പോകുന്നൊരു പടമായിട്ടാണ് തോന്നുന്നത്. കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വലിയൊരു അഭിപ്രായം പറഞ്ഞിട്ട് പോടെ. ഞാൻ പോണു, ബൈ.